Hello guys, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. My name is Aradhya. I am studying in 1B. ഇന്ന് നമ്മളൊരു ഹൗസ് ആണ് വരയ്ക്കുന്നത്. ഹൗസ് HOUSE ഹൗസ് നമുക്ക് വരയ്ക്കാം. നമുക്ക് ആദ്യം തന്നെ പെൻസിൽ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ്, അത് കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പ് ഇടണം. കുഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പ് ആണ് ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ലൈൻ എന്നിട്ട് ഇങ്ങനെ ഇടാം. നമുക്ക് LKG പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഇതേപോലെ. അതിൻ്റെ നമുക്ക് ആദ്യം ഹൗസ് റൂഫ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇത് വരയ്ക്കാം. സ്റ്റാൻഡ് ലൈൻ ആദ്യം ഇടാം. ലൈൻ, സ്ലീപ്പി ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വരയ്ക്കാം. ആദ്യം അതിന് സ്കെയിൽ എടുത്തിട്ട് നീറ്റായിട്ട് വരയ്ക്കാം. സ്കെയിൽ എടുക്കണം നമ്മൾ. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ജനൽ വരച്ചു. ജനൽ എന്ന് വെച്ചാൽ വിൻഡോ. ഇനി നമുക്ക് ഡോർ വരയ്ക്കാം. ഡോറ് സ്ക്വയർ ഷേപ്പ്, റെക്റ്റാങ്കിൾ ഷേപ്പ് അതിടണം. സ്ക്വയറിൽ ഗൈസ് റെക്റ്റാങ്കിൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞ് സർക്കിൾ ബ്ലാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പേൻ എടുക്കണം. പേൻ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതേപോലെ ഞാൻ വരച്ചേക്കണ ബോർഡർ അല്ലേ, അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെൻ ഇട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചാൽ അങ്ങനെ തന്നെ. അത് തന്നെ ഏതെങ്കിലും പേനയാ സ്കെച്ച് പെന്നാ എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാ ബോർഡറും എടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടാകും. ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഡോറൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബോർഡ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് സെർമി സർക്കിൾ ഇടണം. എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമ്മൾ സെർമി സർക്കിൾ എന്തിനാണ് ഇടാൻ? ഇങ്ങനെ സെർമി സർക്കിൾ നമ്മൾ UKG പഠിപ്പിച്ചിട്ടുണ്ട്. സെർമി സർക്കിൾ ഇങ്ങനെ. അപ്പോൾ നല്ല ഇത് ഇട്ടും ഭംഗി കിട്ടും. എന്നിട്ട് ആ സെർമി സർക്കിളിൻ്റെ ഇങ്ങനെ വെച്ചെടുക്കാം. ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഫ്ലവർ വരയ്ക്കും. ഫ്ലവർ പോട്ട് അത് ഇങ്ങനെ ആദ്യം നമ്മൾ റൗണ്ട് ഇടണം. ഇങ്ങനെ എന്നിട്ട് സെർമി സർക്കിൾ പോലെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ഗൈസ്. ആദ്യം ഇങ്ങനെ അതേപോലെ വച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡിലായിട്ടിട്ട് ലീഫിൻ്റെ ഒരു ട്രിക്കുണ്ട്. ട്രിക്ക് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റാൻഡ് ലൈൻ എന്നിട്ട് ഇങ്ങനെ ഇതാണ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പ് ഇടണം. സ്ക്വയർ ഷേപ്പ് ഇട്ടിട്ട് നമ്മൾ കുഞ്ഞ് ബഡ്സ് വരയ്ക്കണം. 3 ഇത് വരെ സ്റ്റെം അടിച്ചിട്ട് 3 ബഡ്സ് വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ലൈൻ. എന്നിട്ട് ഇങ്ങനെ
തന്നെ അതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡ് ലൈൻ കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ 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 ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേഘവും സണ്ണ് അതൊക്കെ വരച്ചു കൊടുക്കാം. സണ്ണിന് വേണ്ടി ആദ്യം റൗണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഗൈസ്. അത് തന്നെ, എന്നാലും നമുക്ക് പറഞ്ഞു വരും. എന്നിട്ട് നമുക്ക് കുഞ്ഞ് സ്റ്റാൻഡ് ലൈൻ ഇങ്ങനെ 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 ഇങ്ങനെ. ഇതിനൊക്കെ മേഘത്തിന് കുഞ്ഞ് സെർമി സർക്കിൾ പോലെ മുകളിലും താഴെയും, പിന്നെ സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് അങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. ആദ്യം നമ്മൾ മുകളിൽ നേരത്തെ സെർമി സർക്കിൾ ഇട്ട പോലെ വരയ്ക്കണം. നേരത്തെ വലുതായിരുന്നു വരച്ചിട്ടുണ്ട്, അതാണ്ട് ഇപ്പം കുഞ്ഞാണ് വരയ്ക്കാനുള്ളത്. എന്നിട്ട് നേരെ സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്നിട്ട് താഴെ. ഇങ്ങനെയാണ് മേഘം വരയ്ക്കാനുള്ളത്. മേഘം വലുതായിട്ട് എടുക്കണം കേട്ടോ, അത്രയ്ക്ക് വലുത് വേണ്ട, ചെറിയ വലുത് ഇങ്ങനെ വരയ്ക്കണം. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ കാണിച്ചു തരാൻ വേണ്ടി. നേരത്തെ സെർമി സർക്കിൾ പോലെ ഇട്ടിട്ട് ഓക്കെ, ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കളർ അടിച്ചാലോ? ലെറ്റ്സ് ഗോ. കളർ അടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഹൗസിന് ഇവിടെ റെഡ്, റൂഫിനല്ലാതെ റെഡും ബ്രൗണും അടിക്കും കേട്ടോ ഗൈസ്. ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ച എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കും. സിമ്പിൾ ഡ്രോയിങ് ആണ് ഗൈസ്, അത് നല്ല അത്രയ്ക്ക് സിമ്പിളാണ്. ഇനി അടിച്ചിട്ടുണ്ട്, നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട്. അതാണ്ട് ഈ വൈറ്റ് ബോർഡൊക്കെ ഇച്ചിരി ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം സെറ്റായി. അടുത്ത നമ്മൾ ഈ സ്ക്വയറിന് ബ്രൗൺ കൊടുക്കാം. ബ്രൗൺ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓറഞ്ച് അടിച്ചോട്ടോ, ഓറഞ്ച് കളർ. ഒരെണ്ണം ശ്രദ്ധിക്കണം, ഈ ജനലിൽ ഇച്ചിരി ആവില്ല, ഡോറിലാവില്ല. ഓറഞ്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഗ്ലാസ്സിന് യെല്ലോ, വിൻഡോയിന് ലൈറ്റ് ബ്ലൂ. എന്നിട്ട് ഡോറിന് ബ്രൗൺ കളർ. ബ്രൗൺ
വീടിന് ഏകദേശം റെഡ്, ബ്രൗൺ, ബ്ലൂ, ഓറഞ്ച് ഇത്രയും കളറും വീടിന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ സെർമി സർക്കിളിന് ലൈറ്റ് ഗ്രീൻ. നമ്മളിപ്പോൾ സ്കെച്ച് പെന്നാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് പെൻസിൽ കളറോ സ്കെച്ച് പെന്നോ വാട്ടർ കളറോ അല്ലെങ്കിൽ ഒന്ന് ക്രയോണോ എന്ത് വേണമല്ലോ ചെയ്യാം. അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റ് കളർ, ഓയിൽ പേസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കും ആ കളർ, പേസ്റ്റി കളർ. ഞാനിവിടെ സ്കെച്ച് പെന്നാണ് അപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലീഫിന് ഈ ലൈൻ ഇട്ടുള്ള ബോർഡർ ഇങ്ങനെ അടിച്ചെടുക്കാം. പിന്നെ ഈ ബഡ്സിൻ്റെ ബോർഡറിന് ലൈനിന് അടിച്ചെടുക്കാം. ഇനി അടുത്ത നമുക്ക് ഫ്ലവറിന് ആദ്യം യെല്ലോ. ആ റൗണ്ടിലാണ് യെല്ലോ. അടുത്ത നമുക്ക് പിങ്ക് ഈ ഫ്ലവറിന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പ് അല്ലേ, ആ പോട്ടിന് ബ്രൗൺ. ഇനി അടുത്ത സണ്ണിന് യെല്ലോ, മേഘത്തിന് സ്കൈന് ബ്ലൂ, സ്കൈ ലൈറ്റ് ബ്ലൂ. നിങ്ങൾക്ക് മഴ വേണമെങ്കിൽ വരയ്ക്കാം. ഞാൻ മഴ എങ്ങനെ വേണോ കാണിച്ചാൽ. ഞാൻ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിലും മഴത്തുള്ളി വരയ്ക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചാൽ ഇങ്ങനെ അല്ലാതെ നമുക്ക് റൗണ്ട് ഇടാം. ഇനി നമുക്ക് സണ്ണിനല്ലോ ലൈനിലും എല്ലാം കൊടുക്കുന്നേ. ലൈൻ ഇങ്ങനെയല്ലോ. ഇനി അടുത്ത് നമുക്ക് ബഡ്സിന് പിങ്ക്. ഗായ്സ്, അപ്പം ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഹൗസ് എന്ന പേര് എഴുതാം. HOUSE. KC ലെറ്റർ ആണ്. HOUSE. ഇത്രയേ ഉള്ളൂ നമ്മളെ ഡ്രോയിങ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്കും കൊടുത്തേക്കണേ. അപ്പോൾ ബൈ.